ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാനിന്ന് വാഴക്കൂമ്പ് വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാഴക്കൂമ്പ് വറവ് എന്ന് പറയുമ്പോൾ വാഴക്കൂമ്പ് തോരൻ, വാഴപ്പൂ തോരൻ എന്നിവയൊക്കെ നമ്മൾക്ക് പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വാഴയുടെ കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 3-4 പോള പൊളിച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾക്കിതിനെ ചെറുതായി ഇനി അരിഞ്ഞെടുക്കാം. ഈ കൂമ്പിൻ്റെ മുന്നേയുള്ള ഭാഗത്ത് നമ്മൾക്കൊരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ കീറി കൊടുക്കാം. കീറിയതിന് ശേഷം നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ കൂമ്പ് നമ്മൾ മുറിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കയ്യിൽ കറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് വാഴയുടെ കൂമ്പായാലും കാമ്പായാലും കായൊക്കെ ആണെങ്കിലും മുറിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഒരു ചെറിയ കറുപ്പ് നിറത്തിൽ കറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം മുറിക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ കത്തി കൊണ്ട് വീണ്ടും കീറി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം വരാം. അങ്ങനെ ഞാൻ കൂമ്പ് മുഴുവനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ ഏത് പാത്രത്തിലാണോ വറുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾക്കിതിടാം. അപ്പോൾ കൂമ്പ് നമ്മൾ മുറിക്കുന്ന സമയത്തുള്ള കളറായിരിക്കില്ല, പിന്നെ 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ കളറൊന്ന് ചേഞ്ച് ആവുന്നത് കാണാം. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഇന്ന് ഈ കൂമ്പ് വറവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾക്കിതിന് ആവശ്യമില്ല. ഞാനിവിടെ ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയുമാണ് ആകെ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഇന്ന് ഈ കൂമ്പ് വറവ് ഉണ്ടാക്കുന്നത് ഒരു അലൂമിനിയം ചട്ടിയിലാണ്. അപ്പോൾ ഞാനൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുറച്ച് സമയം വെക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കൂമ്പ് പാകത്തിന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾക്കൊന്ന് തുറന്ന് നോക്കണം. കാരണം ഞാൻ പറഞ്ഞു, ഇത് അലുമിനിയം ചട്ടിയാണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടിക്ക് പിടിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഇതൊന്നൊരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേവായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇതിൻ്റെ ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുകയാണ്. ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മൾക്ക് കൂമ്പിൻ്റെ മൂടി വീണ്ടും ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടില്ല, കാരണം നമ്മൾ കൂമ്പിൽ നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്ക് പുരട്ടിയതിന് ശേഷമാണ് ഇത് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂമ്പ് വെന്ത് വരുവാൻ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മിനിറ്റാണ്. ഞാൻ ആദ്യം കൂമ്പ് അടുപ്പിൽ വെച്ചതിന് ശേഷം 4 മിനിറ്റ് ആയതിന് ശേഷമാണ് ഒന്ന് തുറന്ന് നോക്കിയത്. വീണ്ടും പൊത്തി വെച്ചിട്ട് നമ്മൾ 4 മിനിറ്റ് ശേഷമാണ് വീണ്ടും ഞാൻ തുറന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൂമ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ട തേങ്ങയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ചിരണ്ട തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ രീതിയിൽ കൂമ്പ് വറവ് ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ കൂമ്പ് അടുപ്പിൽ വെച്ചത് തൊട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ്. കുറച്ച് കറിവേപ്പില നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എന്നിട്ട് ഈ വറവിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വറവ് ഇവിടെ ഓഫാക്കാം. അങ്ങനെ നമ്മളുടെ കൂമ്പ് വറവ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വാഴപ്പൂ തോരൻ, വാഴക്കൂമ്പ് തോരൻ എന്നിവയൊക്കെ നമുക്ക് പറയാം. ഈ കൂമ്പിന് വളരെ കുറച്ച് വേവേ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ ചില കൂമ്പുകൾക്ക് കുറച്ച് കൂടുതൽ വേവുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി സമയം വെച്ച് ആക്കിയെടുത്താൽ മതി. ഇനി ചൂട് ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ഈ കൂമ്പ് വറവും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇനി ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.